സൗണ്ട് ആദ്യം വരും, പിന്നെ വലിച്ചു പോകുന്ന പോലെ പോകുമ്പോൾ. ഒരുപാട് ട്രാൻസ്മിഷനുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹോണ്ടയിൽ CVT ആണ്. ഈ CVTക്ക് എന്തുകൊണ്ടാണ് റബ്ബർ ബാൻഡ് എഫക്റ്റ് വരുന്നത്? ശരിക്കും എന്താണ് CVT? രണ്ടും ലളിതമായിട്ട് പറയാം. ഈ CVT അഥവാ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് മറ്റുള്ള ട്രാൻസ്മിഷൻ പോലെ അല്ല. ഗിയറുകളില്ല, അല്ലെങ്കിൽ കോക്കുകളില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക ആക്റ്റീവയുടെ ഒരു ട്രാൻസ്മിഷൻ പോലെ എന്നുള്ളതാണ്. ഇത് രണ്ട് പുള്ളികളുടെ വലുപ്പ വ്യത്യാസം മാറുന്നതിനനുസരിച്ച് ആ ബെൽറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ സ്പീഡ് വേരി ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റ് ഗിയർ റേഷ്യോസ് നമുക്ക് ഇതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഹോണ്ട ചെയ്തേക്കുന്നത് ഇവിടെ പാഡ് ഷിഫ്റ്റർ വെച്ചിട്ട് 7 സ്റ്റെപ്പുകൾ കോൺഫിഗർ ചെയ്തേക്കാണ്. അവർ തന്നെ 7 സ്പീഡ് CVT എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് റബ്ബർ ബാൻഡ് എഫക്റ്റ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഈ വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ ബെൽറ്റും പുള്ളിയും കറങ്ങി ആ ബെൽറ്റിൻ്റെ കറക്കം കൊണ്ട് പുള്ളിയുടെ വലുപ്പ വ്യത്യാസം വന്ന് സ്പീഡ് എടുക്കാനായിട്ട് സമയം എടുക്കും. സൗണ്ട് ആദ്യം വരും, പിന്നെ വലിച്ചു പോകുന്ന പോലെ പോകുമ്പോൾ. അതിൻ്റെ ഒരു ഫീലിനാണ് റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്നൊരു ലളിതമായിട്ട് പറയുന്നത്. ഓക്കെ, ആക്റ്റീവയിൽ നമ്മൾ കാണുന്ന ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് റോളറുകൾ വെച്ചിട്ട്, ആ റോളറുകൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ആ പുള്ളി വേരി ചെയ്യുന്നെങ്കിൽ ഇത് ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂൾ വെച്ചിട്ട് ഇതിൻ്റെ വാൽവ് ബോഡി വെച്ചിട്ട് എല്ലാം ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ കൺട്രോൾഡ്. അപ്പോൾ CVTയുടെ ഗുണം എന്താ? CVTയുടെ ഗുണം എന്ന് പറയുന്നത് സ്മൂത്ത് ആണെന്നുള്ളതാണ്. കാരണം ഗിയറില്ല മാറാനായിട്ട്, അപ്പോൾ വണ്ടി സ്മൂത്ത് ആവില്ലേ. അതായത് ആ ഒരു ഗിയർ ഷിഫ്റ്റ് ഫീൽ പകരം നമുക്ക് റബ്ബർ ബാൻഡ് എഫക്റ്റ് കിട്ടും. റബ്ബർ ബാൻഡ് എഫക്റ്റ്